എന്നാലും എന്റെ പൊന്നു ബിഗ് ബോസെ, ഇതുപോലൊരു മുട്ടം പണി ഈ സീസൺ തുടങ്ങിയിട്ട് ആർക്കും ഇതുവരെ കൊടുത്തിട്ടുണ്ടാവില്ല. എനിക്ക് ജയിലിൽ പോണേന്ന് അവിടെ ഒരാൾ പറഞ്ഞുകൊണ്ട് നടപ്പുണ്ടായിരുന്നു. അയാളെ എല്ലാവരും കൂടെ ചേർന്ന് ജയിലിലേക്ക് തന്നെ അയച്ചു. എനിക്ക് ജയിലിൽ പോകണം, അവിടുത്തെ എക്സ്പീരിയൻസ് എന്നറിയണം എന്ന് പറഞ്ഞ എല്ലാവരോടും വോട്ട് അങ്ങോട്ട് ചോദിച്ച് വാങ്ങുകയായിരുന്നു നമ്മുടെ ഏജന്റ് സായി ചോദിച്ചില്ലെങ്കിലും സായി തന്നെയാണ് ജയിലിലേക്ക് പോകാൻ അവിടെ ഏറ്റവും അർഹൻ. അതുകൊണ്ട് സായി ചോദിച്ചില്ലെങ്കിലും എല്ലാവരും ജയിൽ നോമിനേഷനിൽ പറയാൻ പോകുന്ന പേര് സായിയുടെ തന്നെയായിരിക്കും. അതിനൊരു റീസണും കൂടിയുണ്ട്. ബിഗ് ബോസ് ഹൗസിനകത്ത് വന്ന അടുത്ത നിമിഷം തന്നെ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ജാസ്മിനോട് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഒരു വാണിംഗ് സായിക്ക് ബിഗ് ബോസ് നൽകിയിരുന്നു. പിറ്റേ ദിവസവും പറഞ്ഞതിന്റെ ബാക്കിയും കൂടെ ജാസ്മിന് പറഞ്ഞു കൊടുത്തു. അതിന് അടുത്ത വാണിംഗ് ബിഗ് ബോസ് നൽകിയിരുന്നു. ഇനിയും ഇത് തുടർന്നാൽ മൂന്നാമത് വാണിംഗ് അല്ല, നേരെ വീട്ടിലേക്ക് പറഞ്ഞു വിടും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. സോ ഈ ഒരു റീസൺ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും സായിയെ ഉറപ്പായും ജയിൽ നോമിനേഷനിൽ പറയും. ഏതായാലും എല്ലാരും കൂടെ ജയിലിലേക്ക് ആനയിച്ചുകൊണ്ട് പോകുമ്പോൾ അത്രയും സന്തോഷത്തോടു കൂടിയാണ് സായി പോകുന്നത്. സായിയുടെ കൂടെ മറ്റൊരാളും കൂടി ഉണ്ട്, അൻസിബ. അങ്ങനെ പവർ ടീം തെരഞ്ഞെടുത്ത ആളാണ് അൻസിബ. എന്തായാലും നമ്മുടെ ഫോക്കസ് ഫുൾ സീക്രട്ട് സായിലാണ്. അത്രയും ഹാപ്പിയായി വലതുകാലം എടുത്തു വെച്ച് ജയിലിലേക്ക് കടക്കുകയാണ് സായി. ജയിലിലേക്ക് പോവാൻ ഇത്രയും സന്തോഷം എന്തുകൊണ്ടായിരിക്കും? കാറിന്റെ അകത്ത് ഇരിക്കുന്ന പോലെ അതിന്റെ അകത്ത് പോയി ഇരിക്കാം, അതായിരുന്നു പുള്ളിയുടെ മനസ്സിൽ. പുറത്തുള്ള ജോലിയും ചെയ്യണ്ട. എന്നാൽ ഒരു മുട്ടൻ പണിയുമായി ബിഗ് ബോസ് വന്നു. ചുമ്മാ ഇരിക്കണ്ട, കുറച്ച് തേങ്ങ ചിരണ്ടിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഒന്നല്ല രണ്ടല്ല ഒരു 10 മുറി തേങ്ങയാണ് ചിരണ്ടൻ കൊടുത്തത്. അതിനായി ബിഗ് ബോസ് നൽകിയ ചിരവയും നല്ല അടിപൊളിയായിരുന്നു. ബിഗ് ബോസിന്റെ മനസ്സിൽ ഇത്രയും ഇഷ്ടം സായിയോട് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായ നിമിഷമായിരുന്നു അത്. ഏതായാലും കൂടെ ഉണ്ടായിരുന്ന അൻസിബ ജസ്റ്റ് സപ്പോർട്ടായിട്ട് ഇരുന്നു കൊടുത്തു. ഏതായാലും ഇത്രയും പൈസ കൊടുത്ത് കൊണ്ടുവന്നതല്ലേ, അവൻ ഇതിന്റെ അകത്തിരുന്ന് ഈ തേങ്ങയെങ്കിലും ചിരട്ടെ എന്ന് ബിഗ് ബോസും വിചാരിച്ചിട്ടുണ്ടാവും. തേങ്ങ ചിരകിയാൽ മാത്രം പോരാ, തേങ്ങാ പാലും എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും അവസാനം ചിരവി തേങ്ങയുടെ പാല് വന്നൊന്നറിയില്ല, സായിയുടെ വായിലെ പത വരെ വന്നു. അത്രയ്ക്കൊരു മുട്ടൻ പണിയാണ് ബിഗ് ബോസ് കൊടുത്തത്. ഇനി ഒരിക്കലും തനിക്ക് ജയിലിൽ പോകണമെന്ന് സായി പറയില്ല. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഫോളോ ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ.